ഇസ്ലാം ആത്മീയ ചൂഷണങ്ങൾക്കെതിരായി, ഇസ്ലാം ജാറ വ്യവസായങ്ങൾക്കെതിരായി, ഇസ്ലാമിൽ ജാറങ്ങളോ മഖബറകളോ പുണ്യപുരുഷന്മാരോ ആൾ ദൈവങ്ങളോ ചുന്നുമ്മമാരോ തങ്ങന്മാരോ ബാവമാരോ ബീവിമാരോ ഇല്ല തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യരായ ശ്രോതാക്കൾ, ഈ പുതുനഗരത്തിന്റെ അങ്ങാടിയിൽ ഇങ്ങനെയൊരു പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഏതെങ്കിലും മത രാഷ്ട്രീയ സംഘങ്ങളിലേക്കോ ഗ്രൂപ്പുകളിലേക്കോ ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി പ്രകടനത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും പ്രഹസനങ്ങൾക്ക് വേണ്ടിയോ അല്ല. മറിച്ച് ഇരുലോകത്തും വിജയിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് അവതരിപ്പിച്ചു നൽകിയ മതമായ വിശുദ്ധ ഇസ്ലാം വളച്ചുകെട്ടുകളില്ലാതെ വ്യക്തമായി പ്രമാണബദ്ധമായി വിശദീകരിക്കുന്നതിനു വേണ്ടി ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി على بصيرة أنا ومن اتبعني سبحان الله وما أنا من المشركين. ഈ മാർഗം, ഞങ്ങൾ ക്ഷണിക്കുന്ന മാർഗം, അത് വ്യക്തമായ മാർഗമാണ്. അതിൽ ആശയക്കുഴപ്പങ്ങളില്ല, വക്രതയില്ല, വ്യക്തമാണ്, സ്പഷ്ടമാണ്. ഞങ്ങൾ വിളിക്കുന്നത് ജനങ്ങളെല്ലാവരും ഐക്യപ്പെടുന്നതിന് വേണ്ടി, ജനങ്ങളെല്ലാവരും സമാധാനത്തിലും സഹിഷ്ണുതയിലും ആകുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകളും സകല മുൻവിധികളും മാറ്റിവെച്ച് ഈ പരിപാടിയെ നിഷ്പക്ഷമായി കേൾക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ആദ്യമായി ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ
അവരെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഈ സദസ്സിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഒരല്പസമയം ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന സത്യം അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്തുവാനാകും. നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ തേടിപ്പിടിക്കുന്ന സമാധാനം അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കരസ്ഥമാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് ഞങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളെ ക്ഷണിക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയെ വീക്ഷിക്കുന്ന ഓരോ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ജനങ്ങളെ, പ്രിയമുള്ളവരെ, മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യവും അർത്ഥവും ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് ജീവിതം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തിനാണ് നാം ഈ ലോകത്തേക്ക് കടന്നു വന്നത്? ആരാണ് നമ്മളെ സംവിധാനിച്ചത്? ഈ ജീവിതയാത്ര, അതിന്റെ അവസാനം എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരങ്ങൾ ഓരോരുത്തരും അവരുടെ മനസ്സിൽ കണ്ടെത്തുക തന്നെ വേണം. കാരണം ഈ ലോകത്ത് കേവലം കന്നുകാലികൾ ജീവിച്ച് മരിക്കുന്നത് പോലെ തിന്നും കുടിച്ചും രമിച്ചും ആസ്വാദനങ്ങളിൽ വിഹരിച്ചും ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച് മരിക്കേണ്ടവരല്ല ചിന്തയും ബുദ്ധിയുമുള്ള മനുഷ്യർ. മനുഷ്യരെ സൃഷ്ടിച്ച, അവരെ പരിപാലിക്കുന്ന അവരുടെ റബ്ബ് പറഞ്ഞതായിരിക്കണം, വലഖദ് കറംനാ ബനി ആദം, നാം മനുഷ്യരെ ആദരിച്ചിട്ടുണ്ട്. മറ്റെല്ലാ സകല ജീവികളിൽ നിന്നും മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യരുടെ റബ്ബ്, മനുഷ്യരുടെ സൃഷ്ടാവ്, മനുഷ്യരുടെ രക്ഷിതാവ് അവർക്ക് ആദരവ് നൽകിയിട്ടുണ്ട്. ചിന്തിക്കുവാനുള്ള ബുദ്ധി അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകേണ്ടതുണ്ട്. ഇന്നോ നാളെയോ അവസാനിരിക്കുന്ന നിശ്വരമായ ഈ ജീവിതത്തിൽ നൈമിഷികമായ ചില സുഖങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണോ ജനങ്ങളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്താണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് ആ മനുഷ്യൻ അവന്റെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കേണ്ട, സാക്ഷാത്കരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്, അവന്റെ ജീവിത രീതി എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഇസ്ലാം ഓരോ മനുഷ്യന്റെയും മുന്നിൽ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. മനുഷ്യരെ, ഈ ശബ്ദം കേൾക്കുന്ന പൂനഗരത്തിലെ ജനങ്ങളെ, നമ്മൾ വെറുതെ ഉണ്ടായതല്ല. നമുക്കൊരു സൃഷ്ടാവുണ്ട്, നമുക്കൊരു റബ്ബുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണവൻ. നാം വെറുതെ ഉണ്ടായതല്ല. മനുഷ്യന്മാർ സൃഷ്ടിക്കപ്പെട്ടവരല്ല, അവര് വെറുതെ ഉണ്ടായതാണ് എന്ന് പറയുക എന്നുള്ളത് ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന്റെ റബ്ബിനെ, മനുഷ്യന്റെ രക്ഷിതാവിനെ, സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ വെറുതെ ഉണ്ടായതല്ല, മനുഷ്യനൊരു സൃഷ്ടാവുണ്ട്. അഫറഅയ്തും മാ തുംനൂൻ, മനുഷ്യരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമായിരുന്ന ബീജത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അഅൻതും തഖ്ലുഖൂനഹു
അം നഹ്നുൽ ഖാലിഖൂൻ? നിങ്ങളെ നിങ്ങൾ തന്നെയാണോ സൃഷ്ടിച്ചത്? അതല്ല, നിങ്ങളെ സൃഷ്ടിച്ചവനായ ഒരു സൃഷ്ടാവില്ലേ? അതെ, നമുക്കൊരു സൃഷ്ടാവുണ്ട്. അവനാണ് നമുക്ക് ഈ ജീവിതം നൽകിയത്. നമ്മൾ ഈ ശ്വസിക്കുന്ന വായുവും നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വെളിച്ചവും നമ്മൾ കുടിക്കുന്ന വെള്ളവും തുടങ്ങി എല്ലാ സകല അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയവനായവനാണവൻ. നമ്മളെ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി ജനിപ്പിച്ചവനായവൻ, അങ്ങനെ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയവൻ അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവനായ നമ്മുടെ സൃഷ്ടാവിന് മനുഷ്യരെ നമുക്ക് ചില ബാധ്യതകളില്ലേ? അവനോട് നാം നന്ദി കാണിക്കേണ്ടതില്ലേ? നമുക്കെല്ലാ സുഖങ്ങളും നൽകിയ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാതെ അവൻ നമുക്ക് നൽകിയ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾക്ക് പകരമായി അവന് നന്ദി കാണിക്കാതെ കേവലം കന്നുകാലികൾ ജീവിച്ച് മരിക്കുന്നത് പോലെ ജീവിച്ച് മരിക്കേണ്ടവരാണോ ബുദ്ധിയുള്ള മനുഷ്യരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅൻ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തഷ്കുറൂൻ. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് ഒന്നും തന്നെ അറിയുകയുണ്ടായിരുന്നില്ല. വാവിട്ട് കരയാനല്ലാതെ മനുഷ്യ നിനക്കറിയാറുണ്ടായിരുന്നില്ല. നിന്നെ കേൾവി നൽകി, കാഴ്ച നൽകി, ചിന്തിക്കാനുള്ള ബുദ്ധിയും ഹൃദയവും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ലേ? എന്തിനു വേണ്ടിയാണത്? ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യ, നീ ഇല്ലാത്തൊരു കാലഘട്ടം ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? പറയപ്പെടാൻ ഒന്നും തന്നെ ഇല്ലാത്ത ഒരുപാട് കാലഘട്ടം നിനക്ക് മുൻപ് കടന്നുപോയിട്ടുണ്ട്. മനുഷ്യ, നീ ചിന്തിച്ചു നോക്കൂ. നിനക്കിപ്പോ എത്ര വയസ്സായി, എത്ര പ്രായമായി? കൂടിപ്പോയാൽ 80 90 വർഷങ്ങൾ നീ ഇവിടെ ജീവിച്ചു കാണും. ഒരു 100 വർഷത്തിന് മുൻപ്, 200 വർഷത്തിന് മുമ്പ് നീ എവിടെയായിരുന്നു? പറയപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ നിനക്ക് കടന്നുപോയിട്ടുണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പിന്നെ നീ എങ്ങനെയുണ്ടായി? 200 കൊല്ലത്തിന് മുൻപില്ലാത്ത, 100 കൊല്ലങ്ങൾക്ക് മുൻപില്ലാത്ത നീ എങ്ങനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു? മനുഷ്യരുടെ റബ്ബായ, മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹു പറയുന്നു, മനുഷ്യനെ നാം തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിക്കുകയുണ്ടായി. അവനെ നാം കേൾവിയും കാഴ്ചയുമുള്ള പരിപൂർണ മനുഷ്യനായി ഈ ലോകത്തേക്ക് നിയോഗിച്ചു. ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ രക്ഷിതാവായ ഒരുവൻ നമ്മളെ ഈ ദുനിയാവിലേക്ക്, ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിട്ടുണ്ട് എങ്കിൽ ആ ജീവിതത്തിലൂടെ നമ്മൾ കാഴ്ചവെക്കേണ്ട ഒരു ജീവിത രീതിയും നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ മുന്നിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. കൃത്യമായ മാർഗനിർദ്ദേശം മനുഷ്യ, നിന്റെ സൃഷ്ടാവ് നിന്റെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ആ മാർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യന്റെ സൃഷ്ടാവിനോട് നന്ദി കാണിക്കുന്ന ഒരു കൂട്ടരാളുകളും ഉണ്ടാകും. ആ മാർഗം സിദ്ധിക്കാതെ തന്റെ സൃഷ്ടാവിനോട് നന്ദി കേട് കാണിക്കുന്ന ചില ആളുകളും ഉണ്ടാകും. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ
പുതുനഗരത്തിന്റെ ഈ അങ്ങാടിയിൽ നിൽക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ സൃഷ്ടിച്ചവനായ ഒരു സൃഷ്ടാവിലേക്ക്, രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല. നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നതാണ്. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, യുവാക്കളെ, മനുഷ്യരെ, പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ സൃഷ്ടാവ് ഇവിടെ കുത്തഴിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ എങ്ങനെ വിട്ടേക്കപ്പെടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അനുസരിക്കാതെ, നന്ദി കാണിക്കാതെ, അവനെ തിരിച്ചറിയാതെ ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ സുഖമായി എങ്ങനെ മരിച്ചു പോകാം എന്ന് മനുഷ്യൻ വ്യാമോഹിക്കുന്നുണ്ടോ? അതവന്റെ വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യവർഗത്തിനെയും അതിന്റെ സൃഷ്ടാവായവൻ സൃഷ്ടിച്ചത് അവനെ മാത്രം ആരാധിക്കുവാനാണ്. ആരാധനകളുടെ മറ്റു വകുപ്പുകളും മനുഷ്യരുടെ സൃഷ്ടാവായ ഏകനായ അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുത്തുകൊണ്ട്, അവനെ വഴിപ്പെട്ടുകൊണ്ട്, അവനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ഈ ജീവിതം മനുഷ്യരുടെ സൃഷ്ടാവ് നൽകിയിട്ടുള്ളത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നമ്മൾ ജീവിക്കുന്നുണ്ട്, ആ ജീവിതം പോലെ സത്യമാണ് നമ്മുടെ മരണവും. ജീവിതമുണ്ട് എങ്കിൽ ഉറപ്പാണ് മരണവുമുണ്ട്. നമുക്ക് ജീവിതം നൽകിയവൻ നമ്മളെ മരിപ്പിക്കുക തന്നെ ചെയ്യും. എന്തിനാണ് ജീവിതവും മരണവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്? മനുഷ്യ, നിന്റെ സൃഷ്ടാവ് തൃപ്തിപ്പെടുന്നത് പോലെ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാരാണ് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഈ ദുനിയാവ്, ഈ ഇഹലോക ജീവിതം നൈമിഷികമാണ്. ഇതിലെ മോടികൾ, ഇതിലെ അലങ്കാരങ്ങൾ, അത് ഇന്നോ നാളെയോ തീരാനുള്ളതാണ്. ഇത് എന്നൊന്നും നിലനിൽക്കുന്നതല്ല. ഈ ലോകത്തിനെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഇതിനെ അലങ്കാരമാക്കിയിട്ടുള്ളത് ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ പരീക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. ഈ ലോകത്തിന്റെ നൈമിഷികമായ അലങ്കാരങ്ങളിൽ നോക്കി നിന്ന് അതിനെ ആസ്വദിച്ച് അവരുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം മറന്നുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്നുണ്ടോ? അതല്ല, അവരുടെ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അവരുടെ സൃഷ്ടാവിലേക്ക് അവർ മടങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പ്രിയമുള്ളവരെ ഈ ഐഹിക ജീവിത അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കാണുന്ന പ്രവിശാലമായ ഭൂമിയും നമുക്കുമേൽ ഒരു തൂണുമില്ലാതെ ഉയർന്നു നിൽക്കുന്ന ഈ നീലാകാശവും വെറുതെയാണ് അതിന്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? കേവലം കളിതമാശയായാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ഭീമമായ അവന്റെ അത്ഭുത പ്രതിഭാസങ്ങളായ അവന്റെ പ്രാപഞ്ചികമായ സൃഷ്ടികളെ സംവിധാനിച്ചത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? വമാ ഖലഖ്നസ് സമാഅ വൽ അർദ വമാ ബൈനഹുമാ ലാഇബ. ആകാശഭൂമികൾ അതിന്റെ സൃഷ്ടാവ് വെറുതെ കളിയായിക്കൊണ്ട് സൃഷ്ടിച്ചതല്ല. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്. സത്യം കൊണ്ട്, യാഥാർത്ഥ്യം കൊണ്ടാണ്
അല്ലാഹു ഈ ലോകത്തെയും ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആമുഖമായി നിങ്ങൾ മുന്നിൽ വെക്കാനുള്ളത്, നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, മനുഷ്യന്റെ ജീവിതം വെറുതെയല്ല. മനുഷ്യന്റെ ജീവിതത്തിനൊരർത്ഥവും ഒരു ലക്ഷ്യവുമുണ്ട്. അവന്റെ ജീവിതത്തിലൂടെ അവന്റെ രക്ഷിതാവിനെ അവൻ തിരിച്ചറിയുകയും ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി അവനിലേക്ക് അവൻ മടങ്ങുകയും ചെയ്യേണ്ടത്. മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മനുഷ്യന്മാർക്കുമായി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം എന്ന മതം. ആ മതത്തിലൂടെ മനുഷ്യരുടെ സൃഷ്ടാവ് അവർക്ക് കൃത്യമായ ജീവിത രീതി പഠിപ്പിച്ചിട്ടുണ്ട്. ആ ജീവിത രീതിയിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവന് മോക്ഷവും സമാധാനവും സൗഭാഗ്യവും ലഭിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പേടിയാണ്. ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും മനസ്സിലേക്ക് കടന്നു വരിക തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ചിത്രമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് പറയട്ടെ, ഇസ്ലാം എന്നാൽ സമാധാനത്തിന്റെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്. സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ബാലപാഠങ്ങൾ ഈ മാനവിക സമൂഹത്തിന് മുന്നിൽ ഇത്രത്തോളം പഠിപ്പിക്കുകയും മനുഷ്യ സമൂഹത്തിനെ പരിവർത്തിപ്പിക്കുകയും ചെയ്ത മറ്റൊരു മതം ലോക ചരിത്രത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള മതമല്ല. സകല മനുഷ്യരും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരുപാട് പാഠങ്ങളുള്ള, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. മനുഷ്യനെ സൃഷ്ടിച്ചവനായ മനുഷ്യന്റെ രക്ഷിതാവിനുള്ള പൂർണ്ണമായ സമർപ്പണമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മനുഷ്യന് പരലോകത്ത് വിജയിക്കണോ, മനുഷ്യന് ഈ ലോകത്ത് സമാധാനവും സൗഭാഗ്യവും കരസ്ഥമാക്കണോ, അവൻ മുസ്ലിമായിരിക്കണം. പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക തന്നെ വേണം. കാരണം മനുഷ്യരെ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഒരേ ഒരു മതം ഇസ്ലാം മാത്രമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അരികിൽ മതമായി ഇസ്ലാമല്ലാതെ മറ്റൊന്നും പരിഗണിക്കപ്പെടുകയില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഇസ്ലാമല്ലാത്ത വല്ല മതവും തേടിപ്പോകുന്നത്, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. ഇസ്ലാമല്ലാത്ത മതങ്ങളെ, ഇസ്ലാമല്ലാത്ത ആശയങ്ങളെ, പ്രത്യയശാസ്ത്രങ്ങളെ സ്വീകരിച്ചവൻ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യരോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള യഥാർത്ഥ മാർഗം ഇസ്ലാം മാത്രമാണ് എന്ന് പറയുന്നത്? ഇസ്ലാം മാത്രമേ പരലോകത്ത് രക്ഷയുള്ള മതമാണ് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിന് ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളുമുണ്ട്. മറ്റു മതങ്ങളിലില്ലാത്ത, മറ്റു പ്രത്യയശാസ്ത്രങ്ങളിലില്ലാത്ത, മറ്റ് ആദർശങ്ങളില്ലാത്ത ഒരുപാട് സവിശേഷതകൾ, എണ്ണമറ്റ സവിശേഷതകൾ ഇസ്ലാമിൽ മാത്രമാണുള്ളത്. മറ്റൊരു മതത്തിലും അത് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ പ്രത്യേകതകൾ വിശദീകരിക്കുകയാണ് എങ്കിൽ
ഇതുപോലുള്ള ഒരു പ്രസംഗം കൊണ്ട് അത് മതിയാവുകയില്ല. ഇതുപോലുള്ള 100 പ്രസംഗങ്ങൾ കൊണ്ട് അത് മതിയാവുകയില്ല. ഇസ്ലാമിന്റെ നന്മകൾ, ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങൾ, ഇസ്ലാം പഠിപ്പിച്ച നീതിയുടെ പാഠങ്ങൾ വളരെ വിശാലമാണ്. ഏകദൈവാരാധന പോലെയുള്ള ധാർമ്മികതയുടെ അടിസ്ഥാന മൂല്യങ്ങൾ അതെല്ലാം ഇസ്ലാമിൽ മാത്രമാണ് കാണുവാൻ സാധിക്കുക. മറ്റൊരു മതത്തിലും അത് കാണുവാൻ സാധ്യമല്ല. ഇസ്ലാം നിഷ്പക്ഷമായി ഒരുവൻ പഠിക്കുകയാണ് എങ്കിൽ അത് കൃത്യമായി അവന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്ലാം എന്ന മതം അത് മനുഷ്യരുടെ സൃഷ്ടാവ് നിശ്ചയിച്ച ജീവിത രീതിയാണ്. ഇതല്ലാത്ത മതങ്ങൾ, ഇതല്ലാത്ത ആശയങ്ങൾ അത് കേവലം മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യരുടെ കൈകടത്തലുകളുള്ള, അവരുടെ മാറ്റത്തിരുത്തലുകൾ നടത്തിയ മനുഷ്യനിർമ്മിതമായ മതങ്ങളും ആശയങ്ങളുമാണ് ഇസ്ലാമല്ലാത്ത മറ്റേതു മതവും. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മനുഷ്യനെ സൃഷ്ടിച്ച, മുസ്ലിമിനെ സൃഷ്ടിച്ച എന്നല്ല. ഹിന്ദുവിനെയും ക്രൈസ്തവനെയും മതമുള്ളവനെയും മതമില്ലാത്തവനെയും മതനിഷേധിയെയും സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യരുടെ മോക്ഷത്തിനു വേണ്ടി, മനുഷ്യരുടെ ഐക്യത്തിനു വേണ്ടി, സമാധാനത്തിനും സൗഭാഗ്യത്തിനു വേണ്ടി മനുഷ്യർക്ക് അവതരിപ്പിച്ചു നൽകിയ മതമാണ് ഇസ്ലാമിനെ പോലെ. സഹോദരങ്ങളെ, മറ്റൊരു മതവുമില്ല. ഞാൻ മാന്യമായി വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിനെ പോലെ ഒരു മതം ഇന്ന് ഭൂലോകത്തില്ല. ഇസ്ലാമിനെ പോലെ ധാർമ്മികത പഠിപ്പിച്ച, ഇസ്ലാമിനെ പോലെ നന്മകളുള്ള, ഇസ്ലാമിനെ പോലെ സത്യങ്ങളുള്ള മറ്റൊരു മതവും ഭൂലോകത്തില്ല എന്ന് വളരെ മാന്യമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ പല ആളുകൾക്കും ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ വൈകാരികമായി അവർക്ക് ദേഷ്യവും ബുദ്ധിമുട്ടും ഉണ്ടായേക്കാം. എന്നാൽ പ്രിയമുള്ള ജനങ്ങളെ, ഇത് പറയാനിരിക്കാൻ വയ്യ. ഇത് നിങ്ങളുടെ മുന്നിൽ ഉറക്കെ വിളിച്ചു പ്രഖ്യാപിക്കാതിരിക്കാൻ വയ്യ. ഇത് ഞങ്ങൾ മാന്യമായി നിങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്നത് നിങ്ങളും ഈ സത്യത്തിന്റെ ആളുകളാകുന്നതിനു വേണ്ടിയാണ്. ഞങ്ങൾ സ്വർഗത്തിന്റെ പാതയിലാണുള്ളത്. യഥാർത്ഥ മുസ്ലിമീങ്ങൾ അവരെ റബ്ബിനെ മാത്രം ആരാധിക്കുകയും അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറഞ്ഞ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾ സ്വർഗത്തിന്റെ സ്വർഗീയ പാതയിലാണുള്ളത് എങ്കിൽ അതേ സ്വർഗീയ പാതയിലേക്ക് മറ്റെല്ലാ മനുഷ്യരും വരണമെന്ന അതിയായ കൊതിയോടുകൂടിയാണ് നിങ്ങളോട് ഞങ്ങൾ ഇത് ഓർമ്മിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ മാർഗമല്ലാത്ത മാർഗങ്ങൾ സ്വീകരിച്ചവർ അവർ നരകത്തിന്റെ വക്കീലാണ്. ആ നരകത്തിന്റെ വക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി സമാധാനവും ഐക്യവും സൗഭാഗ്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ നന്മ കൊതിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ ദേഷ്യപ്പെട്ട് വൈകാരികമായി ഈ വാക്കുകൾ നിങ്ങൾ സ്വീകരിക്കരുത്. പക്വതയോടുകൂടി നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാന്യമായി ആലോചിക്കുക. സഹോദരങ്ങളെ, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടി കുറച്ചാളുകൾ കൂടി ഇങ്ങനെ ഉച്ചത്തിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ്, എന്ത് ലാഭമാണ്? ഭൗതികമായ ഒരു നേട്ടവും താല്പര്യവും ഞങ്ങൾക്ക് ഇതിന് പിന്നിലില്ല. ഈ സത്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമല്ലാതെ, ഗുണകാംക്ഷയല്ലാതെ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, ഞങ്ങൾക്കൊരു ലക്ഷ്യവുമില്ല. പ്രിയമുള്ളവരെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ സൃഷ്ടാവ് ഒന്നാണ്, ഏകനാണവൻ. നമ്മുടെ മതം ഒന്നാണ്, അത് ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാം എന്ന എല്ലാ മനുഷ്യരുടെയും തറവാട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഇസ്ലാം മാത്രമാണ് എന്ന്
ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം എന്താണ്? കൃത്യമായ ന്യായങ്ങളും കൃത്യമായ പ്രമാണങ്ങളും കാരണങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ നിരത്താണ്. മറ്റു മതങ്ങളിൽ കാണാത്ത ഒരുപാട് നന്മകൾ ഇസ്ലാമിലുണ്ട്. ആ നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൗഹീദ് എന്ന അറബിയിൽ പറയുന്ന ഏകദൈവാരാധന. ഏകദൈവാരാധന എന്ന് പറയുന്ന മഹത്തായ ആദർശം അത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഈ 7 ലോകങ്ങളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൻ. അവനാണ് ആരാധനകൾക്കും ആരാധനകളുടെ മറ്റു വകുപ്പുകൾക്കും അർഹതയുള്ളവൻ. ആ അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് തൗഹീദ് കൊണ്ട്, ഏകദൈവാരാധന കൊണ്ട് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ ഏകനായ അല്ലാഹുവാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ മാത്രം ദൈവമാണോ അല്ലാഹ്? അറബികളുടെ മാത്രം ദൈവമാണോ അല്ലാഹ്? ഏതെങ്കിലും ഗോത്രങ്ങളുടെ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളുടെ ദൈവമാണോ അല്ലാഹ്? ഒരിക്കലുമല്ല. അല്ലാഹു എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അതിനെല്ലാം ഉപജീവനം നൽകുകയും നിയന്ത്രിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത ഏകനായ സൃഷ്ടാവായവന് പറയുന്ന അറബിയിലുള്ള പേരാണ് അല്ലാഹ് എന്നുള്ളത്. സർവലോക രക്ഷിതാവായ, സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ രക്ഷിതാവിന് പറയുന്ന അറബിയിലെ പേരാണ് അല്ലാഹ് എന്നുള്ളത്. ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കാരണം ആ അല്ലാഹു മാത്രമേ ആരാധനകൾക്ക് അർഹനായിട്ടുള്ളവനുള്ളൂ. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലതിന്റെയും സൃഷ്ടാവാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു. അല്ലാഹു ആരാണെന്നല്ലേ? അല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അല്ലാഹ്. നിന്റെ രഹസ്യവും പരസ്യവും നിന്റെ ജീവിതത്തിന്റെ സകല ചലനങ്ങളും സകല നീക്കങ്ങളും ഏഴാനാകാശത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് വീക്ഷിക്കുന്നവനായ, അങ്ങേയറ്റം കഴിവും അറിവുമുള്ളവൻ അവനാണ് അല്ലാഹ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അവൻ സൃഷ്ടാവാണ്, അവൻ നിർമ്മാതാവാണ്, സകല ചരാചരങ്ങൾക്കും രൂപം നൽകിയവനാണ് അല്ലാഹ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു എന്നാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. അവന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഈ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതെല്ലാം അവന്റേതാണ്. അവൻ നിയന്ത്രിക്കുന്നതും അവൻ സൃഷ്ടിച്ചതുമാണ്. റബ്ബുന അല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങൾ പറയുന്ന നിങ്ങളുടെയും ഞങ്ങളുടെയും അല്ലാഹ്, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ചവൻ, നിങ്ങളെയും ഞങ്ങളെയും പരിപാലിക്കുന്നവൻ, നിങ്ങൾക്കും ഞങ്ങൾക്കും വായുവും വെള്ളവും തുടങ്ങി സകല അനുഗ്രഹങ്ങളും നൽകുന്നവൻ, അവൻ എല്ലാ സൃഷ്ടികൾക്കും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകുകയും അതിന് നേർവഴി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഭൗതികമായ വഴികളും ഭൗതികമായ മാർഗങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ വഴികളും ആത്മീയമായ മാർഗങ്ങളും തന്റെ രക്ഷിതാവിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന സകല മാർഗങ്ങളും ആ റബ്ബ്, ആ അല്ലാഹ്, ആ സൃഷ്ടാവ് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ. ഈ ഭൂലോകത്ത് ഏതൊക്കെ ചരാചരങ്ങളും സൃഷ്ടികളുമുണ്ടോ, കോടിക്കോടിക്കണക്കിന് സൃഷ്ടികൾ, കോടിക്കോടിക്കണക്കിന് ജീവജാലങ്ങൾ, സസ്യങ്ങൾ, വലിയ വൃക്ഷങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങി ഈ ലോകത്തിൽ ഏതൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ടോ അവരുടെ എല്ലാം ഉപജീവനം ഏറ്റെടുത്തവനാണ് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ രക്ഷിതാവായ അല്ലാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവ് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുകയാണ് എങ്കിൽ അതൊരുപാടുണ്ട്. നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്തത്രയുമുണ്ടത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവനായ ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവനു പുറമെ ഒരു ശക്തിയെയോ ഒരു വ്യക്തിയെയോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ പാടില്ല എന്നാണ് ഇസ്ലാം മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ നന്മ. വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങളുടെ ആരാധനകളുടെ മറ്റു വകുപ്പുകൾ, നിങ്ങളുടെ നേർച്ച വഴിപാടുകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ബലികർമ്മം തുടങ്ങി നിങ്ങളുടെ എന്തെല്ലാം ആരാധനകളുണ്ടോ അത് ഏകനായ അല്ലാഹുവിന് മാത്രമേ വകവെച്ചു കൊടുക്കാവൂ. വലാ തുശ്രികൂ ബിഹി ശൈആ. അവനിൽ യാതൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കുവാൻ പാടില്ല. ഒരു ശക്തിയെയോ ഒരു വ്യക്തിയെയോ ഒരു ആൾ ദൈവത്തെയോ ഒരു തങ്ങളെയോ ഒരു ബാബയെയോ ഒരു ബീവിയെയോ ഒരു ജാറത്തിനെയോ മക്ബറയെയോ ഒരു നബിയെയോ ഒരു ഔലിയായിനെയോ ഒന്നിനെയും നിങ്ങൾ ആ റബ്ബിനോടൊപ്പം പങ്കുചേർക്കുവാൻ പാടില്ല എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആദർശം. വിശുദ്ധ ഖുർആനിൽ ഒന്നാമത്തെ കൽപ്പനയായി അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ള മുൻഗാമികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനായ ഏകനായ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കുവാൻ പാടുള്ളൂ. അവൻ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ. അവൻ ആരാണ്? നിങ്ങൾക്ക് ഈ ഭൂമിയെ വിശാലമായ വിരിപ്പാക്കി തന്നവനാണ് അല്ലാഹ്. വസ്സമാഅ ബിനാഅ. നിങ്ങൾക്ക് മേൽ ഈ ആകാശത്തിലെ തൂണുകളില്ലാതെ നീല നിറം നൽകിയവൻ, ഇതിനെ ശക്തമായി സുശക്തമായി ഉയർത്തി നിർത്തിയവൻ അവനാണ് അല്ലാഹ്. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാതി റിസ്ഖൻ ലക്കും. അവൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു നൽകിയവൻ, നിങ്ങൾക്ക് ഉപജീവനമായി കൊണ്ട് ആ മഴ മുഖേന ഭൂമിയിൽ സസ്യലതാദികൾ മുളപ്പിച്ചവനാണ് ആ അല്ലാഹ്. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും ആ റബ്ബിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. ആ റബ്ബിനെ നിങ്ങൾ സമന്മാരെ നിശ്ചയിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, അല്ലാഹു അവൻ മാത്രമാണ് ആരാധനകൾക്ക് അർഹനായവൻ. മറ്റുള്ള ഒരു ശക്തിയോ മറ്റുള്ള ഒരു വ്യക്തിയോ ആരാധനകൾക്ക് അർഹരല്ല എന്ന് നമ്മൾ പറഞ്ഞു.
എന്തുകൊണ്ടാണ് മറ്റുള്ള അല്ലാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം? അതിനും കാരണങ്ങളും ന്യായങ്ങളും ഉണ്ട്. അല്ലാഹു അല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? അവക്ക് ആരാധിക്കപ്പെടാൻ യാതൊരു അർഹതയുമില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എങ്കിൽ അവന് പുറമെ ആളുകൾ വിളിച്ചാരാധിക്കുന്ന വിഗ്രഹങ്ങൾ, ബിംബങ്ങൾ, പ്രതിമകൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മരിച്ചുപോയവർ, ആൾ ദൈവങ്ങൾ, ഇവരെല്ലാം എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഇതാ ഈ കാണുന്നതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ഇവിടെ അല്ലാഹു അല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു ആണ് എങ്കിൽ ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, അവന് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന ആളുകൾ സൃഷ്ടിച്ച കാര്യങ്ങളൊന്ന് നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരൂ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആൾ ദൈവങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഏകനായ ദൈവത്തിനു പുറമെ നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്നുണ്ടല്ലോ. ജാറങ്ങൾക്കും മഖ്ബറകളിലേക്കും ആരാധനകളായി, വഴിപാടുകളായി നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ ആളുകൾ എന്താണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ഒന്ന് കാണിച്ചു തരുമോ? അവർ സൃഷ്ടിച്ച ഒരു പുൽക്കൊടി പോലും നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ സാധിക്കുകയില്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഉ ലഹു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചാരാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ആ ഈച്ചയുടെ ചിറക് പോലും സൃഷ്ടിച്ചിട്ടില്ല. ഒരു ഈച്ചയെങ്ങാനും അവരുടെ മുന്നിൽ കൊണ്ടുവെക്കപ്പെട്ട ഭക്ഷണത്തെരിയിൽ നിന്ന് എന്തെങ്കിലും എടുത്തു പറന്നുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ പോലും കഴിവില്ലാത്ത കഴിവുകെട്ട ആളുകളെയാണ് മനുഷ്യർ ഏകനായ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും. ഏകനായ സൃഷ്ടാവായ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളെല്ലാം നിങ്ങളെപ്പോലെ കേവലം മനുഷ്യർ മാത്രമാണ്. തിന്നുകയും കുടിക്കുകയും ക്ഷീണം ബാധിക്കുകയും വിസർജനം നടത്തുകയും ചെയ്യുന്ന, വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ പോലെ കേവലം ദുർബലരായ ആളുകളെയാണ് ഇന്ന് ഏകനായ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ആളുകൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരാധനകളുമായി, നിങ്ങളുടെ സങ്കടങ്ങളുമായി, പ്രയാസങ്ങളുമായി നിങ്ങൾ പോകുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും കേൾക്കുവാനോ എന്തെങ്കിലും കാണുവാനോ എന്തെങ്കിലും നിങ്ങൾക്ക് നേടിത്തരുവാനോ സാധിക്കുമോ? എന്തെങ്കിലും ഉപദ്രവങ്ങൾ നേടിത്തരുവാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചില ആളുകൾ തങ്ങളെക്കാൾ ദുർബലരായ, തങ്ങളെക്കാൾ ദൗർബല്യമുള്ള ആളുകളെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. ജീവനുള്ള മനുഷ്യർ ജീവനില്ലാത്ത ആളുകൾ നിശ്ചലമായ കാര്യങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ബുദ്ധിയും വിദ്യാഭ്യാസവുമുള്ള കലാലയങ്ങൾ കയറിയിറങ്ങിയ, സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കിയ മനുഷ്യർ അവരെക്കാൾ ദുർബലരായ, നിശ്ചലമായ, ചലിക്കാൻ കഴിയാത്ത മണ്ണിനോട് ചേർന്ന ആളുകൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്.
എന്നാൽ ഇസ്ലാം പറയുന്നു അർഹതയുള്ളവരെ മാത്രം ആരാധിക്കുക. നിങ്ങളെ കാണുന്ന, നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ വിഷമങ്ങൾ അറിയുന്ന, നിങ്ങൾ എവിടെയാണെങ്കിലും വിളിച്ചാൽ കേൾക്കുകയും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവരുമായ ഏകനായ നിങ്ങളുടെ സൃഷ്ടാവിനെ മാത്രം നിങ്ങൾ വിളിക്കുക, ആരാധിക്കുക. ആ ആദർശത്തിന്റെ മേൽ ജനങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ ഐക്യവും സമാധാനവും ഉണ്ട്. പല ആളുകളും ചോദിച്ചേക്കാം, ഇസ്ലാമിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇസ്ലാമിലും മുസ്ലിമീങ്ങളായ ആളുകളും ഈ പറഞ്ഞതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. മരിച്ചുപോയ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ പോയി വിഷമങ്ങൾ പറയുകയും അവിടെ പൂരങ്ങളും ഉത്സവങ്ങളും ചന്ദനക്കുടങ്ങളും നേർച്ചകളും നടത്തുന്ന സമ്പ്രദായം നിങ്ങൾ പറയുന്ന സത്യമതമായ ഇസ്ലാമിലുമുണ്ടല്ലോ എന്ന് പലരും സംശയം കൊണ്ട് ചോദിക്കുമ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന ഈ പറയുന്ന പ്രഹസനങ്ങളൊന്നും ഇസ്ലാമിലില്ല. അതും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം ആത്മീയ ചൂഷണങ്ങൾക്കെതിരാണ്. ഇസ്ലാം ജാറ വ്യവസായങ്ങൾക്കെതിരാണ്. ഇസ്ലാമിൽ ജാറങ്ങളോ മഖ്ബറകളോ പുണ്യപുരുഷന്മാരോ ആൾ ദൈവങ്ങളോ ജിന്നുമ്മമാരോ തങ്ങന്മാരോ ബാവമാരോ ബീവിമാരോ ഇല്ല തന്നെ. ഇസ്ലാമിൽ നേർച്ചപ്പൂരങ്ങളില്ല, ഇസ്ലാമിൽ ചന്ദനക്കുടങ്ങളില്ല, ഇസ്ലാമിൽ അപശബ്ദങ്ങളില്ല. ഇസ്ലാമിലുള്ളത് നന്മകൾ മാത്രമാണ്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ആരെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കൂട്ടുന്നുണ്ട് എങ്കിൽ അത് തീർത്തും ഇസ്ലാമിന് അന്യമാണ്. അത് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ കീഴിൽ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മാന്യരായ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, ഇസ്ലാമിലേക്ക് കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇതുപോലെയുള്ള അങ്ങാടികളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ കേറി നിന്നുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരു കാര്യവുമില്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നിങ്ങൾക്ക് വിജയിക്കാം. ഈ ആദർശം സ്വീകരിക്കാതെ തിന്മകളിലും ഹറാമുകളിലും വേണ്ടാത്തരങ്ങളിലും തമ്മാടിത്തരങ്ങളിലും നൈമിഷികമായ ചില സുഖങ്ങൾക്ക് പിന്നാലെയും പോയി കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമെന്ന് ഞങ്ങൾ താക്കീത് ചെയ്യുകയാണ്. സമൂഹമേ, നിങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന മോശമായ സഞ്ചാരം, ബഹുദൈവാരാധന പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള, ലൈംഗികമായ അതിക്രമങ്ങൾ പോലെയുള്ള മോശമായ തിന്മകളിൽ ഈ സമൂഹം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജനതയെ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ശക്തമായ ശിക്ഷ ലഭിക്കുമെന്ന താക്കീത് ഞങ്ങൾ നൽകുകയാണ്. അതുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം നിങ്ങൾ സൂക്ഷിക്കുക, ആ ദിവസത്തെ നിങ്ങൾ കരുതിയിരിക്കുക. സഹോദരങ്ങളെ, മരണം നമ്മളെ കാത്തിരിക്കുന്നു. മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. മരണം അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ഒരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ് മരണം. ഇവിടെ എങ്ങനെ ജീവിച്ചാലും എന്താ, മരിച്ചാൽ എല്ലാം കഴിഞ്ഞില്ലേ? മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചില്ലേ? അതുകൊണ്ട് മരണം വരെ തോന്നിയതുപോലെ ജീവിക്കാം എന്നാണ്
പല ആളുകളുടെയും ധാരണയെങ്കിൽ സഹോദര, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, മരണത്തോടുകൂടി എല്ലാം ആരംഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളോടും ഈ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിമീങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നിഷ്പക്ഷമായി പഠിക്കുക. നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് മടങ്ങുക. ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, മുസ്ലിമീങ്ങളായ യുവാക്കളെ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങളെല്ലാവരും ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ശൈത്താനിന്റെ മാർഗങ്ങൾ, അവന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരരുത്. യഥാർത്ഥ മുസ്ലിമീങ്ങളാവുക. നിങ്ങൾ പേരിന് മുസ്ലിം നാമധാരികളായേക്കാം, ഇസ്ലാമിന്റെ പേരും വെച്ച് ഇസ്ലാമിന്റെ അറ്റങ്ങളിൽ നിൽക്കുന്നവരായേക്കാം. എന്നാൽ യുവാക്കളെ, ഇസ്ലാമിന്റെ അറ്റങ്ങളിൽ നിൽക്കാതെ ഇസ്ലാമിന്റെ ഉള്ളിലേക്ക്, ഇസ്ലാമിലേക്ക് നിങ്ങൾ പരിപൂർണമായി പ്രവേശിക്കൂ. മുസ്ലിമീങ്ങളായി ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വരാതെ, ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിക്കാതെ മരിച്ചു പോകുന്നത് എത്ര മോശമായ കാര്യമാണ്. യുവാക്കളെ, നിങ്ങൾ കൂടികളാകരുത്. ഒഴുക്കിനൊത്തു നീന്തുന്ന ആളുകളാകാതെ ഒഴുക്കിനെതിരെ നീന്തുന്ന യുവാക്കളാവുക. അതിലാണ് ആർജവമുള്ളത്. സമൂഹത്തിൽ ലഹരിയും സംഗീത പാർട്ടികളും ലൈംഗിക വൈകൃതങ്ങളും അവീതങ്ങളും കുത്തഴിഞ്ഞ ആഘോഷങ്ങളും കുത്തഴിഞ്ഞ ജീവിത രീതിയും നിങ്ങൾക്ക് മുന്നിലുണ്ടായേക്കാം. എന്നാൽ അതിൽ പെട്ടുപോകാതെ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, അതിൽ നിങ്ങൾ ആർജവം കാണിക്കുക. നിങ്ങൾ യഥാർത്ഥ ജീവിത ലക്ഷ്യം തിരിച്ചറിഞ്ഞ് അർത്ഥമുള്ള ജീവിതം നയിക്കുന്ന ആളുകളാവും. പലതരത്തിലുള്ള ആഘോഷങ്ങളും ആഘോഷ പരിപാടികളും നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. ഈ ആഘോഷങ്ങളിലൂടെ എന്ത് ആനന്ദമാണ് സഹോദരങ്ങളെ നിങ്ങൾ കണ്ടെത്തുന്നത്? ഈ ആഘോഷങ്ങൾ കേവലം നൈമിഷികമായ ചില സുഖങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് എന്ത് ആനന്ദമാണ്, എന്ത് സൗഭാഗ്യമാണ്, സന്തോഷമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ നിങ്ങൾ സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ അതിലാണ് യഥാർത്ഥ സൗഭാഗ്യവും ആനന്ദവും നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കുകയും ഈ ജീവിതം കൊണ്ട് തങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാതെ, അവനോട് നന്ദി കാണിക്കാതെ, നന്ദിയില്ലാതെ നന്ദികേട് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മരണപ്പെടുകയാണ് എങ്കിൽ എത്ര മോശമായ അന്ത്യമായിരിക്കും അത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്താണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് നേടിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടോ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ മരണം നിങ്ങളുടെ അടുത്തു തന്നെയുണ്ട്. സഹോദരങ്ങൾ, ഇത് ഗുണകാംക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ മുന്നിലില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വക്താക്കളാവുക, ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിങ്ങൾ പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളുടെ പരിപാടി മഗ്രിബിന് ശേഷം തുടരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും
ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഓരോ മനുഷ്യൻ്റെയും ജീവിത ലക്ഷ്യം എന്താണ് എന്നതിനെക്കുറിച്ചും പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് മാത്രമാണ് രക്ഷയുടെ മാർഗം എന്നുള്ള കാര്യവും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ആദർശത്തിൻ്റെ വിശദീകരണവും ആണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്, ആ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിനു വേണ്ടി ലോകത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയിലേക്ക് അയച്ച പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ തുടക്കം മുതൽ വ്യത്യസ്ത ജനപദങ്ങളിലേക്ക് വ്യത്യസ്ത പ്രവാചകന്മാരെ കാലാന്തരങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ ഒടുവിലത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മiyyin റസൂലൻ മിൻഹു, നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്കാണ്. നിരക്ഷരരായ ഒരു സമൂഹത്തിലേക്ക് അവരിൽപ്പെട്ട തന്നെ നിരക്ഷരനായ പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ആ പ്രവാചകൻ യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആ സമൂഹത്തിന് അല്ലാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് അല്ലാഹുവിൻ്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ അന്ധകാര നിബിഡമായ ഒരു സമൂഹത്തിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത്. ആ സമൂഹത്തിലുണ്ടാകാത്ത ജീർണതകൾ ഉണ്ടായിരുന്നില്ല. ആ സമൂഹത്തിൽ നടമാടാത്ത അധാർമികതകൾ ഉണ്ടായിട്ടില്ല. ആ സമൂഹത്തിൽ എല്ലാ നിലക്കുമുള്ള അരാജകത്വങ്ങൾ അതിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ നിലകൊണ്ടിരുന്നു. വിഗ്രഹാരാധന ഏറ്റവും മോശമായ രീതിയിൽ ഉണ്ടായിരുന്നു. മദ്യപാനമുണ്ടായിരുന്നു, വ്യഭിചാരമുണ്ടായിരുന്നു. പിഞ്ചു പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ആ സമൂഹത്തിലുണ്ടായിരുന്നു. എങ്ങും കലാപങ്ങളും കലഹങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളുമായിരുന്നു. ആ ജനപദങ്ങളിലേക്ക് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ മുൻനിർത്തി ആ സമൂഹത്തിന് 23 വർഷക്കാലം പ്രബോധനം ചെയ്യുകയും ചെയ്തു. അവർക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് നന്മകളെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് വേണ്ടാത്തരങ്ങളെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് തിന്മകളെന്ന് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് നീതി എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഏറ്റവും സംസ്കാരത്തിന്റെ മോശമായ താഴെ തട്ടിലുണ്ടായിരുന്ന ആ സമൂഹത്തിനെ 23 കൊല്ലത്തെ പ്രബോധനം കൊണ്ട് ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സംസ്കാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. തുല്യതയില്ലാത്ത, സമാനതകളില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഒരു സേനാധിപനും ഒരു ചക്രവർത്തിയും ഒരു നേതാവുമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവിടുത്തെ ജീവിതം കറകളില്ലാത്ത, കളങ്കങ്ങളില്ലാത്ത, തിന്മകളില്ലാത്ത പരിശുദ്ധമായ ജീവിതമായിരുന്നു. ഓരോ മുസ്ലിമും ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്, ആ പ്രവാചകന്റെ ജീവിതത്തിൽ മുഖം ചുളിക്കാവുന്ന ഒരു രംഗവും ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സമൂഹത്തിൽ ഏറ്റവും വിശ്വസ്തരായ വ്യക്തിയായിരുന്നു. തമാശക്ക് പോലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ 40 കൊല്ലത്തോളം പ്രവാചകനാകാതെയായിരുന്നു ജീവിച്ചിരുന്നത്. 40ാമത്തെ വയസ്സിനാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കപ്പെടുന്നത്. 40 വയസ്സ് വരെ സമൂഹത്തിൽ ഏറ്റവും വിശ്വസ്തനെന്ന് വിശേഷിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം തന്റെ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. എന്നിട്ട് അന്ന് മക്കയിലുണ്ടായിരുന്ന സൊഫാ കുന്നിന്റെ മുകളിൽ കയറി നിന്ന് ആ നാട്ടുകാരെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നാട്ടുകാരെ, നിങ്ങൾക്കേവർക്കും വിശ്വസ്തനായ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഈ മലക്ക് പിറകിൽ നിന്ന് കുതിരപ്പടയാളികളും അതല്ലാത്ത ആയുധധാരികളും നിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതിന് വേണ്ടി, നിങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ നാട്ടുകാരെ? ആ നാട്ടുകാർ പറഞ്ഞു, മുഹമ്മദ്, താങ്കൾ കളവല്ലാത്തത് പറഞ്ഞത്, താങ്കൾ സത്യമല്ലാത്തത് പറഞ്ഞ പരിചയം ഞങ്ങൾക്കില്ല. അങ്ങ് ഇന്നേ വരെ സത്യമല്ലാത്തതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. അങ്ങനെയാണെങ്കിൽ സമൂഹമേ, നിങ്ങൾക്ക് ശക്തമായ ശിക്ഷ വരുന്നുണ്ട് എന്ന് ഞാൻ താക്കീത് നൽകുന്നു. നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധനയിൽ, അധാർമികതയിൽ, അരാജകത്വത്തിൽ, കലഹങ്ങളിൽ, കുഴപ്പങ്ങളിൽ നിങ്ങൾ മുന്നോട്ടു പോയാൽ റബ്ബിൽ നിന്നുള്ള ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് ഭവിക്കും. അതുകൊണ്ട് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ലോകത്തിലെവിടെയും ഇതുപോലെ ഒരു ചരിത്രം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഒരുപാട് ചക്രവർത്തിമാർ ലോകത്തിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് നേതാക്കന്മാർ, സേനാധിപന്മാർ ലോകത്തിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ആ സേനാധിപന്മാരെ, നേതാക്കന്മാരെ, ചക്രവർത്തിമാരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടകളിലേക്ക് ജനങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇന്നും 100 മേനി അഴകിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന ചരിത്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. കാരണം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് ജനങ്ങളുടെ റബ്ബിലേക്കാണ്. ആ പ്രവാചകൻ ജനങ്ങളെ ക്ഷണിച്ചത് ആ റബ്ബ് ജനങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ച ഇസ്ലാം എന്ന സുന്ദരമായ ആദർശത്തിലേക്കാണ്. ആ പ്രവാചകൻ ജനങ്ങളെ കൽപ്പിച്ചത് സദാചാരമാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ തടഞ്ഞത് ദുരാചാരത്തിൽ നിന്നാണ്. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും
വൽഅഗ്ലാല അല്ലതി കാനത് അലൈഹിം. ആ പ്രവാചകൻ ജനങ്ങളെ നന്മ പഠിപ്പിച്ചു. വേണ്ടാത്തരങ്ങളിൽ നിന്ന് സമൂഹത്തിനെ വിലക്കി അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാക്കി കൊടുത്തു. മോശമായ മ്ലേച്ഛമായ സകല കാര്യങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് അവിടുന്ന് നിഷിദ്ധമാക്കി. ഈ സമൂഹമുണ്ടായിരുന്ന ഭാരങ്ങളിൽ നിന്നും ചങ്ങലക്കെട്ടുകളിൽ നിന്നും ഈ സമൂഹത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിക്കുകയുണ്ടായി. 23 വർഷം കൊണ്ട് പരിവർത്തനത്തിന്റെ പടപ്പാട്ടുപാടി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിട്ട് അവന്റെ കേവലം അടിമകളായ ദൗർബല്യങ്ങളുള്ള അവന്റെ പടപ്പുകളെ ആരാധിക്കുന്നതിൽ നിന്ന് ലോകങ്ങളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിനെ നയിച്ചു എന്നുള്ളതാണ്. ആ പ്രവാചകൻ അനുവദനീയമാക്കിയ കാര്യങ്ങളെല്ലാം, ഇസ്ലാം അനുവദനീയമാക്കിയ കാര്യങ്ങളെല്ലാം സഹോദരങ്ങൾ അത് തീർത്തും നന്മയാണ്. ഇസ്ലാം നിഷിദ്ധമാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയ ഏതേതു കാര്യങ്ങളുണ്ടോ, ഇസ്ലാമിൽ ഹറാമാണെന്ന് വിശേഷിക്കപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മാനവരാശിക്ക് അപകടമാണ്, മാനവരാശിക്ക് അതെല്ലാം ദോഷമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ബഹുദൈവാരാധന പാടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് പാടില്ല, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു. കാരണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അള്ളാഹുവിനെ വിട്ട് കേവലം അടിമകളെ, പടപ്പുകളെ വിളിച്ചാരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യവും യുക്തിയും എന്താണ്? ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കോടിക്കോടി അനുഗ്രഹങ്ങൾ നൽകിയ റബ്ബിനോടുള്ള നന്ദികേടല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിക്കുക, ബഹുദൈവാരാധന ചെയ്യുക എന്നുള്ളത്? നമ്മളെ സൃഷ്ടിച്ച റബ്ബിനോടുള്ള, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടുള്ള നന്ദികേടല്ലേ അത്? ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് വിഗ്രഹാരാധന. ബഹുദൈവാരാധന ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇസ്ലാം മദ്യവും ലഹരിയും നിഷിദ്ധമാക്കി. ആർക്കാണ് മദ്യത്തിന്റെയും ലഹരിയുടെയും അപകടങ്ങളെ കുറിച്ച് ബോധമില്ലാത്തത്? മദ്യത്തിന്റെയും ലഹരിയുടെയും പേരിൽ ഇന്ന് നമ്മുടെ നാടുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇവിടെ നടമാടുന്ന തെമ്മാടിത്തരങ്ങൾ, ഇവിടെ നടമാടുന്ന അക്രമങ്ങൾ, ഇവിടെ നടമാടുന്ന ക്രൂരതകൾ, ഇവിടെ നടമാടുന്ന അരാജകത്വങ്ങൾ, അതിൻ്റെ എല്ലാം മാതാവല്ലേ സഹോദരങ്ങളെ ലഹരികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും? ഇസ്ലാം അതിനെ തുടച്ചു നീക്കി. കുല്ലു മുസ്കിരിൻ ഹറാം. പ്രവാചകൻ സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്ന, മത്തുപിടിപ്പിക്കുന്ന എല്ലാം നിഷിദ്ധമാണ്. വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിശതൻ വമഖതൻ വസാഅ സബീല. വ്യഭിചാരത്തിനെ ഇസ്ലാം അതിനെ വിലക്കി. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുവാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞു. ഇന്ന് സമൂഹത്തിൽ നമ്മൾ നടമാടിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് ലൈംഗികപരമായ വൈകൃതങ്ങൾ, ലൈംഗികമായ കുത്തടിഞ്ഞ അതിക്രമങ്ങൾ, ക്രൂരതകൾ നാൾക്ക് നാൾ നമ്മുടെ നാടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പരിഹാരം? ഇസ്ലാം നിശ്ചയിച്ച പരിഹാരമാണ്. ഇവിടെ മദ്യത്തിനെതിരെ, ലഹരിക്കെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ എന്തെല്ലാം ക്യാമ്പയിനുകൾ രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത മതസംഘടനകൾ, വ്യത്യസ്ത ഗവൺമെന്റുകൾ നമ്മുടെ നാടിൽ നടപ്പിലാക്കി. എന്തുണ്ടായി പരിഹാരം? എന്തുണ്ടായി? സഹോദരങ്ങളെ, ജനങ്ങളെ, ബുദ്ധിയുള്ള മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കൂ. ഈ പറഞ്ഞ ക്യാമ്പയിനുകളും പരിപാടികളും ബോധവൽക്കരണവും നടത്തി നമ്മുടെ നാടുകളിൽ ഈ പ്രതിസന്ധിക്ക് വല്ല കുറവുമുണ്ടായോ? എന്നാൽ ഇസ്ലാം അതിനെ വേരോടുകൂടി അറുത്തുകളഞ്ഞു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിഷിദ്ധമാക്കി. അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, ഹറാമാണ്. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുമെന്ന് പഠിപ്പിച്ചു. ഇസ്ലാമല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പരിഹാരമില്ല. മാതാപിതാക്കളോടുള്ള അക്രമങ്ങൾ, നടുക്കുന്ന വാർത്തകൾ, ഒരു മനുഷ്യന് കേൾക്കുവാൻ പ്രയാസമില്ലാത്ത അറുങ്കൊലയുടെ വാർത്തകൾ നാൾക്കുനാൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മാതാവിനെ കഴുത്തറുത്തു കൊന്ന മകന്റെ കഥകൾ, സ്വന്തം പിതാവിനെ ഒട്ടിക്കൊന്ന മക്കളുടെ കഥകൾ, കുടുംബക്കാർ തമ്മിലുള്ള കലഹങ്ങളും കൊലപാതകങ്ങളും എത്ര നമ്മൾ കേട്ടു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്തുകൾ ഉദ്ധരിച്ച് ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. വലാ തഖുൽ ലൗമ ഉഫിൻ വലാ തൻഹറുമ ഖുൽ ലൗമ ഖൗലൻ കരീമ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഛേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല. മാതാപിതാക്കളെ ക്രൂരമായി മർദ്ദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞു. മാതാപിതാക്കളെ കൊല ചെയ്യുവാൻ പാടില്ല എന്നല്ല പഠിപ്പിച്ചത്. അനിഷ്ടകരമായ ഒരു ചെറിയ വാക്കുപോലും നിന്റെ ഭാഗത്തു നിന്ന് നിന്റെ മാതാപിതാക്കളോടുണ്ടാകുവാൻ പാടില്ല. നിന്റെ മാതാപിതാക്കളെ നീ അകറ്റുവാൻ പാടില്ല. അവരോട് ഏറ്റവും മാന്യമായ രീതിയിൽ നീ പെരുമാറണം എന്ന് ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ നടമാടുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരം ഇസ്ലാം മാത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ഒരുപാട് ന്യായങ്ങൾ ഞങ്ങൾക്ക് ഇനിയും പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നീതിയുടെ ധർമ്മത്തിന്റെ പാഠങ്ങൾ ഒരുപാടുണ്ട്. അല്ലെ, ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തീവ്രവാദവും ഭീകരവാദവുമാണല്ലോ ജനങ്ങൾക്കിടയിൽ പാട്ടാക്കി നടക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ലൈസൽ മുഅ്മിൻ ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സത്യം മാത്രമേ പറയാവൂ, കളവ് പറയാൻ പാടില്ല. കളവ് പറയുക എന്നുള്ളത് ദുസ്വഭാവമാണ്. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുറ. എത്ര കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ നീ പറഞ്ഞു ശീലിക്കാവൂ എന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വർഗവറികൾക്കെതിരെ, വർഗീയതക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദിച്ചിട്ടുണ്ട്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമി വലാ ലിഅജമിയ്യിൻ അലാ അറബി ഇല്ലാ ബിത്തഖ്വ. ഒരു അറബിക്ക് ഒരു അനറബിയുടെ മേൽ സ്ഥാനമില്ല. ഒരു അനറബിക്ക് അറബിയുടെ മേൽ സ്ഥാനമില്ല. അള്ളാഹുവിനോടുള്ള ഭയമല്ലാതെ, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതയല്ലാതെ ഒരു അറബിക്ക് അനറബിയുടെ മേലോ ഒരു അനറബിക്ക് അറബിയുടെ മേലോ സ്ഥാനമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും കറുകറുത്ത ദരിദ്രനായ അടിമയായിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ധനാഢ്യനായ സൗന്ദര്യമുള്ള അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഇവരെ രണ്ടുപേരെയും ഇതുപോലെ സമാനമായ സ്വഭാവവും വിശേഷണങ്ങളുമുള്ള വ്യത്യസ്തരായ ജനപദങ്ങളെ അണിനിരത്തിയ ഒരേ സ്വത്തിൽ ഒരുമിച്ച് നിർത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളായിരുന്നു. അവിടുന്ന് വരുന്നതിന് മുമ്പ് അവർ കലഹത്തിലും പ്രശ്നത്തിലും യുദ്ധത്തിലും അതുപോലെ തന്നെ ഉറപ്പിലുമായിരുന്നു. പരസ്പരം പോരടിച്ചിരുന്ന, ശത്രുക്കളായിരുന്ന, യുദ്ധം ചെയ്തിരുന്ന ഒരു ജനസമൂഹത്തെ ഇസ്ലാം കൊണ്ട്, സൃഷ്ടാവായ അല്ലാഹുവിന്റെ വാക്കുകൾ കൊണ്ട് ഒരുമിച്ചിരുത്തിയത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്തു കൊടുത്തു. ലാ യസ്ഖർ ഖൗമുൻ
മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻ. ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തിനെ പരിഹസിക്കാൻ പാടില്ല. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ്. കുത്തുവാക്ക് പറയുവാൻ പാടില്ല. പരിഹാസ പേരുകൾ വിളിച്ചുകൊണ്ട് പരസ്പരം അപമാനിക്കുവാൻ പാടില്ല. നിറത്തിന്റെ പേരിൽ, തങ്ങൾ ചെയ്യുന്ന കച്ചവടത്തിന്റെ പേരിൽ, തങ്ങൾ ചെയ്യുന്ന ജോലിയുടെ പേരിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് ഇരട്ട പേരുകൾ വിളിച്ചുകൊണ്ട് പരസ്പരം അഭിമാനിക്കുവാൻ പാടില്ല എന്ന് ഈ ലോകത്തിനെ പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നേതാവായി ഈ സമൂഹത്തിന്റെ മുന്നിൽ മുദ്ര കുത്തപ്പെടുന്നത് എന്ന് സഹോദരങ്ങളെ ബുദ്ധി കൊടുത്ത് ആലോചിക്കുക. ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം അത് അർത്ഥമില്ലാത്ത കേവലം ദുരാരോപണങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ആ പ്രവാചകൻ പഠിപ്പിച്ചത് കാരുണ്യമാണ്. الراحمون يرحمهم الرحمن ارحموا من في الأرض يرحمكم من في السماء. ഭൂമിയിൽ കാരുണ്യം ചെയ്യുന്ന ആളുകൾ, സഹജീവികളോട് കാരുണ്യം ചെയ്യുന്ന ആളുകൾ, അവരോട് കരുണാവാനിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യുന്നതാണ്. യർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ആരംഭിച്ചപ്പോൾ, ഭൂദൈവാരാധനകൾക്കെതിരെ ശബ്ദിച്ചപ്പോൾ, സമൂഹത്തിൽ നടമാടിയ അരാജകത്വത്തിനെതിരെ സംസാരിച്ചപ്പോൾ അവിടുത്തെ നാട്ടുകാരിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ സ്വന്തം നാടും കുടുംബവും വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നിട്ടു. പലായനം ചെയ്തതിന് ശേഷം സ്വന്തം നാട്ടിലെ ഭരണാധികാരിയായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട് തന്റെ കയ്യിലേക്ക്, ആ നാടിനെ വിജയിച്ചടക്കിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന് പ്രതികാരം ചെയ്യാമായിരുന്നു. തന്നെ ദ്രോഹിച്ചവരെ, തന്നെ ഉപദ്രവിച്ചവരെ ഏത് രീതിയിൽ പ്രതികാരം ചെയ്യാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ദ്രോഹിച്ചവരെ തന്റെ വാളിന്റെ മുനയിൽ ലഭിച്ചപ്പോഴും ആ പ്രവാചകൻ പറഞ്ഞത് ഇദ്ഹബു അൻതും തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ ഇന്ന് മോചിതരാണ്, എന്നിൽ നിന്ന് നിങ്ങൾ മോചിതരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണ്. അവിടുന്ന് പഠിപ്പിച്ചു വൽയുഹിദ്ദ അഹദുക്കും ശഫ്റതഹ ഫൽയുരിഹ് ദബീഹതഹ. നിങ്ങൾ ഒരു ബലിമൃഗത്തിനെ അറുക്കുന്നു എങ്കിൽ, ഒരു ബലിമൃഗത്തെ നിങ്ങൾ അറുക്കുന്നു എങ്കിൽ ആ ബലിമൃഗത്തെ നിങ്ങൾ ആശ്വസിപ്പിക്കണം. മറ്റുള്ള ബലിമൃഗം അതിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ അറുക്കുവാൻ പാടില്ല. അതിന്റെ അറവ് നടത്തുമ്പോൾ സുഗമമായി പെട്ടെന്ന് തന്നെ അത് മരിക്കുവാൻ വേണ്ടി നിങ്ങളുടെ അറവ് കത്തി നിങ്ങൾ മൂർച്ച കൂട്ടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതുപോലെയുള്ള കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ, ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തിന് പഠിപ്പിച്ച മറ്റൊരു സേനാധിപനെ, മറ്റൊരു ചക്രവർത്തിയെ, മറ്റൊരു നേതാവിനെ ആർക്കെങ്കിലും കാണിച്ചു തരുവാൻ സാധിക്കുമോ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് നാം പറയുന്നത് ഇസ്ലാമാണ് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം. ആ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ സർവവ്യാപകമാണ്, വിശാലമാണ്, മനുഷ്യന്റെ സകലമാന ജീവിത രംഗങ്ങളെയും സ്പർശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 10 വർഷത്തോളം സേവിച്ച സ്വഹാബിയാണ്, അനുചരനാണ്.
10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മ്ലേച്ഛമായ സംസാരങ്ങൾ നടത്താറുണ്ടായിരുന്നു. മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെ ലാ ളററ വലാ ളിറാർ, കരുതിക്കൂട്ടി ഒരു പ്രയാസവും മറ്റുള്ള ആളുകൾക്ക് ഉണ്ടാക്കുവാൻ പാടില്ല. നമ്മുടെ വാക്കുകളോ പ്രവർത്തികളോ നോട്ടമോ മറ്റുള്ള ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുവാൻ പാടില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, 10 വർഷം അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ സേവിച്ചു എങ്കിൽ ഈ 10 വർഷത്തിനിടയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നെ ചീത്ത പറയുകയോ എന്നെ അടിക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഞാൻ ഏൽപ്പിച്ചതുപോലെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് അനസേ ഇങ്ങനെ ചെയ്തില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ച അവിടുത്തെ ജീവിത രീതി. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ആളുകളോട്, മുസ്ലിം നാമധാരികളോട്, ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സുന്ദരമായ ദീനിൽ നിങ്ങൾ പ്രവേശിക്കുക. അമുസ്ലിമീങ്ങളായവരെ, ഇസ്ലാമിലേക്ക് പ്രവേശിക്കാത്തവരെ, നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ സുന്ദരമായ ആദർശത്തിലേക്കാണ്. ഉറപ്പിച്ചു പറയട്ടെ, ഈ ആദർശം സ്വീകരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലോ ഈ ലോകത്തോ നാളെ പരലോകത്തോ ഒരു നഷ്ടവും ഉണ്ടായിരിക്കുകയില്ല. നിങ്ങളുടെ പ്രതാപം വർദ്ധിക്കുകയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകാം. ഇസ്ലാമിന്റെ മറ്റൊരു സവിശേഷതയാണ്, ഇസ്ലാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഒടുവിലത്തെ അവസാനത്തെ ഗ്രന്ഥമാണ്. ആ വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. വിശുദ്ധ ഖുർആൻ ഒരുവൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. എത്രയെത്ര ആളുകൾക്കാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അല്ല, വിശുദ്ധ ഖുർആൻ കേവലം പാരായണം ചെയ്തത് കേട്ടതുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, അർത്ഥഗംഭീരമായ പ്രൗഢമായ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിനോട് സംവദിക്കുകയും മനസ്സിൽ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തതിനു ശേഷം ആ ഖുർആനിന്റെ റബ്ബായ, ആ ഖുർആൻ സംസാരിച്ചവനായ റബ്ബിന്റെ ദീനിലേക്ക് മടങ്ങി വന്ന ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട്. ഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹു നിങ്ങളോട് ഈ വിശുദ്ധ ഖുർആനിലൂടെ സംസാരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവ് നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് വായിക്കണോ? വിശുദ്ധ ഖുർആൻ തുറന്നു വെക്കുക. അതിന്റെ അർത്ഥഗംഭീരമായ വാചകങ്ങൾ, അതിന്റെ സൂക്തങ്ങൾ നീ പാരായണം ചെയ്യുക. നീ ചിന്തിക്കുക, എന്താണ് നിനക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, അതിന്റെ അർത്ഥമൊന്ന് വായിച്ചു നോക്കാൻ എന്താണ് നിനക്ക് തടസ്സം? നിന്റെ ഹൃദയം അത് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا.
അവർ വിശുദ്ധ ഖുർആനെ പറ്റി ചിന്തിക്കുന്നില്ലേ? ആ ഖുർആൻ അല്ലാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ ആ ഖുർആനിൽ ഒരുപാട് വക്രതകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് കാണുവാൻ സാധിക്കുമായി. എന്നാൽ ആ ഖുർആനിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല, ആ ഖുർആനിൽ വക്രതകളില്ല. ഖുർആൻ സുവ്യക്തമാണ്, ഖുർആൻ അത് വളരെ സ്പഷ്ടമാണ്. അത് വായിക്കുന്ന ഓരോരുത്തർക്കും അത് റബ്ബിന്റെ സംസാരമാണ് എന്ന് ബോധ്യപ്പെടും. അത് റബ്ബിന്റെ സംസാരമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ശാസ്ത്രീയമായി യാതൊരു പുരോഗതിയുമില്ലാത്ത കാലഘട്ടത്തിൽ, കലാലയങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിൽ നിരക്ഷരരായ സമൂഹത്തിലേക്കാണ് ഖുർആൻ അവതരിക്കുന്നത് എങ്കിൽ ആ വിശുദ്ധ ഖുർആനിലൂടെ ഒരു ഗർഭസ്ഥ ശിശുവിനെ തന്റെ മാതാവിന്റെ ഉദരത്തിലുണ്ടാകുന്ന ഘട്ടം ഘട്ടമായ മാറ്റങ്ങൾ ആ വിശുദ്ധ ഖുർആനിലൂടെ വിവരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ശാസ്ത്രീയമായ യാതൊരു പുരോഗതിയുമില്ലാത്ത കാലഘട്ടത്തിൽ അത് സ്പഷ്ടമായി വിവരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, അത് സൃഷ്ടാവായ അല്ലാഹുവിന്റെ വാചകങ്ങളാണ്, റബ്ബിന്റെ സംസാരമാണ് എന്ന് ബോധ്യപ്പെടുത്തി നൽകാൻ ഇത് മാത്രം മതിയായത്. വിശുദ്ധ ഖുർആനിൽ യാതൊരു വക്രതയുമില്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും നേരായതിലേക്ക്, ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഖുർആൻ വഴി നടത്തുന്നു. വിശുദ്ധ ഖുർആൻ അത് ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി നടത്തുന്നു എന്നാണ്. അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ വേദഗ്രന്ഥം നാം നിങ്ങളിലേക്ക് അയച്ചത് അനുഗ്രഹീതമായ നിലയിലാണ്. മനുഷ്യർ ഈ ഖുർആനിന്റെ ആശയങ്ങളെ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടി, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. വമാ ഹുവ ബിഖൗലി ശായിർ, ഇതൊരു കവിയുടെ വാക്കുകളല്ല. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു മന്ത്രവാദിയുടെ മന്ത്രങ്ങളല്ല. ഇത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണിത്. സംഗീതത്തിന് പിന്നിൽ പോകുന്ന യുവാക്കളെ, മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ, DJ പാർട്ടികൾക്ക് പിന്നിൽ പോയി സമയം തുലച്ചു കളയുന്നവരെ, നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ സംസാരം ഒന്ന് ആസ്വദിക്കാൻ നീ തയ്യാറാക്കി നോക്കൂ, നീ തയ്യാറായി നോക്കൂ. ഖുർആനിനോട് പകരം വെക്കാൻ നിനക്കേത് സംഗീതമാണുള്ളത്, ഏത് പ്രണയകാവ്യമാണുള്ളത്? റബ്ബിന്റെ സംസാരമാണ്. നിന്റെ മനസ്സുകളെ കിടിലം കൊള്ളിക്കുന്ന, നിന്റെ മനസ്സുകളെ സ്വാധീനിക്കുന്ന അർത്ഥഗർഭമായ വാക്കുകളാണ് ശുദ്ധ ഖുർആനിലുള്ളത്. നിനക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ നിന്നെ പടച്ച നിന്റെ റബ്ബ് നിനക്ക് ആ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്തേ നിനക്ക് ഖുർആൻ ഒരു തവണ ഒന്ന് പാരായണം ചെയ്യാൻ എന്നാണ് നിനക്ക് തടസ്സമുള്ളത്? എന്ത് നഷ്ടമാണ് ഖുർആൻ ഒരാവർത്തി വായിച്ചു നോക്കാൻ? എന്ത് തടസ്സമാണ് സഹോദരങ്ങളെ നമ്മുടെ മുന്നിലുള്ളത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂതനായ വ്യക്തി മുസ്ലിമായി. ആ ജൂതനായ വ്യക്തി മുസ്ലിമായതിന്റെ കാരണം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല കൈയെഴുത്തുള്ളയാളാണ്, അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ ഞാനിങ്ങനെ പകർത്തിയെഴുതും. ആ വേദഗ്രന്ഥത്തിന്റെ പണ്ഡിതന്മാർക്ക് ആ വേദഗ്രന്ഥങ്ങൾ ഞാൻ കൊടുക്കും.
അങ്ങനെ ആ വേദഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുമ്പോൾ ഞാൻ എൻ്റെതായ ചില കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കും. അതിലുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ചെല്ലാം ഒട്ടിച്ചുരുക്കും. എന്നിട്ട് ആ വേദഗ്രന്ഥങ്ങൾ അതിൻ്റെ പണ്ഡിതന്മാർ കൊണ്ടേ കൊടുക്കും. അവരത് പൂർണ്ണ തൃപ്തിയോടുകൂടി അത് സ്വീകരിക്കും. എനിക്ക് മനസ്സിലായി, ഈ പകർത്തിയെഴുതിയ വേദഗ്രന്ഥങ്ങളൊന്നും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ മതങ്ങളൊന്നും സംരക്ഷിക്കപ്പെടാത്ത, ജനങ്ങളുടെ കൈകടത്തലുകളുള്ള സുരക്ഷിതമായ മതമല്ല എന്നെനിക്ക് ബോധ്യമായി. എന്നിട്ട് ഞാൻ വിശുദ്ധ ഖുർആൻ പകർത്തിയെഴുതി. അതിൽ ഞാൻ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഒരു പദത്തിന്റെ ഒരു ഹറക്കത്തിൽ, പദത്തിന്റെ ഒരു ശബ്ദ വ്യത്യാസം ഞാൻ വരുത്തി. ഉദാഹരണത്തിന് ആ എന്നുള്ളത് ഊന്നാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു തിരുത്തൽ ഞാൻ വരുത്തുകയും ആ ഖുർആൻ മുസ്ലിമീങ്ങളിലെ സാധാരണക്കാരായ ഒരാൾക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. മുസ്ലിമീങ്ങളിലെ പണ്ഡിതന്മാർക്ക് ഞാൻ കൊടുത്തില്ല. സാധാരണക്കാരായ ഒരാളുടെ അരികിൽ ഞാൻ ഈ ഖുർആൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അയാൾ ആ മാറ്റം കണ്ടുപിടിക്കുകയും ആ തെറ്റ് തിരുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഖുർആൻ അത്ഭുതമാണ്. വിശുദ്ധ ഖുർആൻ അത് കേവലം ഒരു ഗ്രന്ഥമല്ല, അത് സംരക്ഷിക്കപ്പെട്ട ഒരു മതത്തിന്റെ നിയമങ്ങളുള്ള ലോകസൃഷ്ടാവായ റബ്ബിന്റെ സംസാരമാണ് ഇന്നെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിച്ചുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തുക. അതല്ലാത്ത അപശബ്ദങ്ങൾ, ദുരാരോപണങ്ങൾ, അതിന് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. ചില ആളുകൾ ചോദിക്കും, ശരിയാണ്, ഇസ്ലാമങ്ങളൊക്കെ ഈ പറയുന്നത് പോലൊക്കെ തന്നെയാണ്, പക്ഷെ എന്നിട്ടും എന്തേ ഇസ്ലാമിനെതിരെ ഒരുപാട് ദുരാരോപണങ്ങൾ ഉണ്ടാകും? എന്തുകൊണ്ടാണ് ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്? ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആളുകളിൽ നിന്നാണ് ജനങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. ഇസ്ലാമിനെ നിഷ്പക്ഷമായി സുരക്ഷിതമായ ഉറവിടങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് ഒരുവൻ പഠിച്ചാൽ ഒരു തെറ്റിദ്ധാരണയും ഒരാൾക്കും ഉണ്ടാവുകയില്ല. പിന്നെ ചില ആളുകൾ ചോദിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് വരുന്നുണ്ടല്ലോ. ഞങ്ങൾ പറയട്ടെ, ഉപേക്ഷിച്ചു പോകുന്ന ആളുകളെ ഞങ്ങൾ വിലവെക്കുന്നില്ല. ഉപേക്ഷിച്ചവൻ ഉപേക്ഷിച്ചാലും ഈ ഇസ്ലാം അതിൻ്റെ തലയെടുപ്പോടുകൂടി അഭിമാനത്തോടുകൂടി ഇന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്. ഉപേക്ഷിക്കുന്നവൻ ഉപേക്ഷിച്ചാലും നഷ്ടം അവന് മാത്രമാണ്. എത്ര ആളുകൾ ഉപേക്ഷിച്ചാലും ഉപേക്ഷിച്ച ആളുകളെക്കാൾ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ മതത്തിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഒരാൾക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഉപേക്ഷിക്കുന്നത് എന്നാണ്? എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ അവർ ഉപേക്ഷിക്കുന്നത്? ചുരുക്കി പറഞ്ഞാൽ ഭൗതികമായ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന്, സംഘപരിവാരങ്ങളിൽ നിന്ന് അച്ചാരം പറ്റി ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുന്നതിനു വേണ്ടിയും ഭൗതികമായ കാര്യലാഭത്തിനുമല്ലാതെ ഇസ്ലാമിനെ ഈ പറഞ്ഞ ആളുകൾ ഉപേക്ഷിക്കുന്നില്ല. കുറെ ആളുകൾ നടക്കുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമായി, എക്സ് മുസ്ലിംസ് എന്ന പേരിട്ടുകൊണ്ട്. ഇന്ന് വളരെ ലാഭമുള്ള ഒരു കച്ചവടമാണല്ലോ ഇസ്ലാമിനെതിരെ പറയുക എന്നുള്ളത്. ആ കച്ചവടത്തിന്റെ ലാഭം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വവും തിന്മയും വ്യാപിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളല്ലാതെ ഈ ഇസ്ലാമിനെ ഉപേക്ഷിച്ചിട്ടില്ല. അവർ ഉപേക്ഷിക്കേണ്ടവർ ഉപേക്ഷിച്ചാലും ഇസ്ലാമിന് അതൊരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല. അവർ ഉപേക്ഷിച്ചാലും കൂട്ടം കൂട്ടമായി ജനങ്ങൾ ഈ ദീനിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അവർ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾ, ഇസ്ലാമിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളാണ് സ്ത്രീകൾ.
ഇസ്ലാമിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളതല്ലാതെ, സ്ത്രീകളെ ആദരിക്കുക എന്നുള്ളതല്ലാതെ സ്ത്രീകൾക്ക് ഒരു അപമാനവും ഒരു സുരക്ഷിതത്വമില്ലായ്മയും ഇസ്ലാമിലില്ല. ഇവര് പറയുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നോക്കൂ, ഈ പറയുന്ന സ്ത്രീകളാണ് പാശ്ചാത്യ നാടുകളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാടുകളിലും എത്രയെത്ര ആളുകൾ അവരുടെ സംരക്ഷണത്തിനു വേണ്ടി അവർക്ക് ഇസ്ലാം നൽകിയ ആദരവും സംരക്ഷണവും മനസ്സിലാക്കി എത്ര സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയും ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇനി ഇവരെന്തൊക്കെ ദുരാരോപണങ്ങളും മ്ലേച്ഛതകളും ഇസ്ലാമിനെതിരെ പ്രചരിപ്പിച്ചാൽ ഈ പറയുന്ന ആളുകൾ ഇസ്ലാമിൽ നിന്ന് പോയതിനു ശേഷം ഇസ്ലാമിനെതിരെ ഏറ്റവും മോശമായ രീതിയിൽ മ്ലേച്ഛമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, അതിനെല്ലാമുള്ള കൃത്യമായ മറുപടി ഞങ്ങളുടെ പക്കലുണ്ട്. ഇവർ പറയുന്ന ഓരോ ദുരാരോപണങ്ങൾക്കുമുള്ള മറുപടി അക്കമിട്ടുകൊണ്ട് ഓരോ മുസ്ലിമിനും പറയുവാൻ സാധിക്കും. ഇസ്ലാമിനെ കൃത്യമായി അതിന്റെ പ്രമാണങ്ങളിലൂടെ പഠിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം അതെന്താണ് എന്ന് ഇവിടെ ചുരുക്കി വിശദീകരിക്കാൻ ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാമാണ് സത്യത്തിന്റെ മതം. നമ്മളെ സൃഷ്ടിച്ച മുസ്ലിമിനെയും മുസ്ലിം അല്ലാത്തവരെയും മതമുള്ളവരെയും മതമില്ലാത്തവനെയും സൃഷ്ടിച്ച ഏകനായ സൃഷ്ടാവാണ് അല്ലാഹു. ആ അല്ലാഹു ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇസ്ലാം. ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇനി നമ്മൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ മതം ഉപേക്ഷിക്കാൻ പറ്റും? ഞങ്ങൾ ജനിച്ചു വളർന്നത് ആ മതത്തിലല്ലേ? ഞങ്ങളുടെ മാതാപിതാക്കൾ ആ മതത്തിലല്ലേ? ഇസ്ലാമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? സഹോദരങ്ങളെ, ജനങ്ങളെ, പ്രിയമുള്ളവരെ, വലിയ കുഴപ്പമുണ്ട്. നിങ്ങളെ കാത്തിരിക്കുന്നത് കത്തിയാളുന്ന നരകമാണ്. ഞങ്ങളിതാ പുതുനഗരത്തിന്റെ മണ്ണിൽ, പുതുനഗരത്ത് ഈ ശബ്ദം കേട്ട ആളുകൾക്ക് ഈ ഇസ്ലാമിന്റെ സത്യസന്ദേശം എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. ജനങ്ങളെ, നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സൃഷ്ടാവിനോട് പറയുന്നു, അല്ലാഹുവേ, ഈ സത്യം ഞങ്ങൾ ഈ നാട്ടിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിനി ഒഴിവ് കഴിവില്ല. ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിൽ, ഇനിയും നിങ്ങളത് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ശക്തമായ കത്തിയാളുന്ന നരകശിക്ഷയാണ്. നമ്മൾ പറഞ്ഞു, മരണം ഓരോരുത്തരുടെയും ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തതാണ്. ഏത് നിമിഷവും നാം മരണപ്പെടാം. ഞാൻ ധരിച്ച ഈ വസ്ത്രം ഞാൻ തന്നെ ഊരുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. നിങ്ങൾ ധരിച്ച വസ്ത്രം നിങ്ങൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഴിച്ചു മാറ്റുമെന്ന് നിങ്ങൾക്കും ഉറപ്പുമില്ല. ആകസ്മികമായ അപകടങ്ങൾ, ആക്സിഡന്റുകൾ, പെടുന്നനെയുള്ള മരണങ്ങൾ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവതീ യുവാക്കൾ കാരണമില്ലാതെ മരണപ്പെടുന്നു. മരണം തൊട്ടടുത്തുണ്ട്.
മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒരു ഖബർ ജീവിതമുണ്ട്. മരണത്തിന് ശേഷം നിന്റെ ആത്മാവിനെ നിന്നെ സൃഷ്ടിച്ച റബ്ബിലേക്ക് മടങ്ങപ്പെടുന്ന രംഗമുണ്ട്. നിന്നെ സൃഷ്ടിച്ചവനായ, ഈ ലോകങ്ങൾ സംവിധാനിച്ചവനായ റബ്ബിന്റെ മുന്നിൽ നിനക്കൊരു നൃത്തമുണ്ട്. അങ്ങനെ നിർത്തപ്പെടുമ്പോൾ നിന്റെ റബ്ബ്, നിന്റെ രക്ഷിതാവ് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കും. എന്താണ് നിനക്ക് തന്ന ആയുസ്സിൽ നീ എന്താണ് കാട്ടിക്കൂട്ടിയത്, എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് അറിഞ്ഞത് എന്ന് നിന്നോട് ചോദിക്കും. കൃത്യമായ ഉത്തരമില്ല എങ്കിൽ, യഥാർത്ഥ ആദർശത്തിൽ, വിശ്വാസത്തിൽ നീ ജീവിച്ചിട്ടില്ല എങ്കിൽ, നിന്നെ സൃഷ്ടിച്ച നിന്റെ സൃഷ്ടാവിനെ നീ മനസ്സിലാക്കിയില്ല എങ്കിൽ നിനക്ക് കഠിനമായ ശിക്ഷയുണ്ട്, നരക ശിക്ഷയുണ്ട്. നരകം എന്ന് പറഞ്ഞാൽ തമാശയല്ല, കേവലം മായാവി കഥകൾ പോലെ കേൾക്കേണ്ട കാര്യമല്ല, യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നത് എത്രത്തോളം സത്യമാണോ, നിങ്ങൾ സഞ്ചരിക്കുന്നതും നിങ്ങൾ നടക്കുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ ജീവിക്കുന്നതും എത്ര സത്യമാണോ? മനുഷ്യരെ, നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് സ്വപ്ന ലോകത്താണോ? അല്ല, യഥാർത്ഥ ജീവിതമാണ്. നിങ്ങൾ സ്വപ്നത്തിലല്ല, നിങ്ങൾ ഉണർവിലാണ്. ഈ ജീവിതം സ്വപ്നമല്ലാത്തതുപോലെ, ഈ ജീവിതം യാഥാർത്ഥ്യമാണ് എന്നതുപോലെ മരണം യാഥാർത്ഥ്യമാണ്, പരലോകം യാഥാർത്ഥ്യമാണ്, നരകവും സ്വർഗവും യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നീ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ ജീവിത ലക്ഷ്യം പരലോക മോക്ഷമാണ്. ഇവിടെ അർത്ഥമില്ലാതെ ജീവിച്ച്, ഒരുപാട് സമ്പാദിച്ച്, ഒരുപാട് ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ മുഴുകി ജീവിച്ച്, ഒരുപാട് അർത്ഥമില്ലാത്ത കാര്യങ്ങളുടെ പിന്നിൽ പോയി നിന്റെ പരലോകം നീ നഷ്ടപ്പെടുത്തരുതേ. യാഥാർത്ഥ്യമായ പരലോകത്തിനു വേണ്ടി നീ പണിയെടുക്കണം. പരലോകം എന്നുള്ളത് സത്യമാണ്. യാ അയ്യുഹന്നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. മനുഷ്യരെ, ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിന്റെ വാഗ്ദാനം സത്യമാണ്. ആ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഇസ്ലാം സ്വീകരിച്ചവർക്കുള്ള പ്രതിഫലം സത്യമാണ്, ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞ ആളുകൾക്കുള്ള സത്യം സത്യമാണ്, അവർക്കുള്ള ശിക്ഷ സത്യമാണ്. അതുകൊണ്ട് ഫലാ തഗറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗറന്നകും ബില്ലാഹിൽ ഗറൂർ. റബ്ബിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ച് കളയുന്ന ഈ ഭൗതിക അലങ്കാരത്തിന്റെ വിഭവങ്ങൾ നിങ്ങളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന പിശാചി മഹാവഞ്ചകൻ, അവരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളല്ലാത്തവരെ, ഇസ്ലാം എന്ന ദീനിന്റെ മഹത്വം, അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. ഇസ്ലാമിന്റെ വക്താക്കളാവുക. ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ഇവിടെയുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞത്, അവർക്കതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അവർ പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ യുവാക്കളും അതല്ലാത്ത ആളുകളും ചേർന്ന് ഒരാഘോഷം, ഒരു ചന്ദനക്കുടം എന്ന പേരിൽ വ്യർത്ഥമായ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും ഇസ്ലാമിലേക്ക് ചേർത്തപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം.
എന്നതായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന ചന്ദനക്കുടം എന്ന പേരിലുള്ള ഈ ആഘോഷം തീർത്തും ഇസ്ലാമിന് അന്യമാണ്. അതാഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുത്തു നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, സഹോദരങ്ങളെ, ഇത് ഇസ്ലാമിലുള്ള വല്ല കാര്യവുമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള സ്നേഹവും അനുകമ്പയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇനി അത് ഇസ്ലാമിന്റെ പേരിലല്ല, നിങ്ങളുടെ കേവലം ആസ്വാദനങ്ങളും കേവലം നേരം പോക്കുമാണ് എങ്കിൽ സഹോദര, നരകത്തിന്റെ അഗാധമായ അർത്ഥത്തിലേക്ക് നിന്നെ തള്ളിയിടുന്ന മ്ലേച്ഛമായ തിന്മകളാണത്. നിന്റെ റബ്ബിനോടുള്ള ധിക്കാരമാണത്. ശരിയാണ്, കേവലം കുറച്ച് സമയത്തിന് നിനക്ക് ചില ആസ്വാദനങ്ങൾ ലഭിച്ചേക്കാം, ശരിയാണ്. പക്ഷെ ആ ആസ്വാദനങ്ങളും ആനന്ദങ്ങളും അവസാനിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നീ ആസ്വദിച്ച ആസ്വാദനങ്ങൾ, നീ ആനന്ദിച്ച ആനന്ദങ്ങൾ, ആഘോഷങ്ങൾ, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിനെ പേടിച്ചെങ്കിലും, നിന്റെ റബ്ബിനെ പേടിച്ചെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നീ വിട്ടുനിൽക്കുക. അള്ളാഹുവിന്റെ ദീനിലേക്ക് പരിപൂർണമായി സഹോദരങ്ങളെ നിങ്ങൾ മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാൻ, അത് പുൽകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസത്യത്തിന് അസത്യമായി മനസ്സിലാക്കുവാൻ, അത് ഉപേക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.